വണ്ടിയുടെ ഈ മിഷലിൻ പൈലറ്റ് സ്പോർട്ടി ടയറിൻ്റെ റിവ്യൂ ഞാനിന്ന് പറയുന്നതായിരിക്കും കേട്ടോ. കഴിയുന്നതിനോടൊപ്പം തന്നെ ഞാനിത് പറയുന്നതായിരിക്കും. ഈ ഫുഡ് റെസ്റ്റിൻ്റെ അടിയിലുള്ള ഈ കുറ്റി ഉണ്ടോ, ഇത് അപ്പുറത്തെ സൈഡിലില്ല. കാരണം ഞാൻ ഈ ടയർ ടെസ്റ്റ് ചെയ്ത് ആ കുറ്റി ഒടിഞ്ഞു പോയി. കണ്ട, ഇത് യൂസ്ഡ് ഓയിലാണ് കേട്ടോ. നമുക്കിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പ്ലാഷ് ചെയ്യാം. കാണുമ്പോൾ നല്ല വൃത്തികേടായിരിക്കും. കണ്ടോ, ഇത് സെൻസിറ്റീവ് പാർട്ടാണ്. കാരണം എന്താ, ഇതിൻ്റെ പിടുത്തം കണ്ടോ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഷോക്ക് അബ്സോർബറും സ്വിംഗ് ആമുമായിട്ടുള്ള പിടുത്തം. ഇത് ഇവിടുന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാലാണ് വണ്ടിയുടെ സ്റ്റെബിലിറ്റി പോകുമെന്ന് വെച്ചാൽ ഇത് പിന്നെയും വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഷോക്ക് തിരിഞ്ഞൊക്കെ ഇരിക്കും, ചരിഞ്ഞൊക്കെ ഇരിക്കും. ഇന്ന് നമ്മൾ വാഷ് ചെയ്യാൻ പോകണം കേട്ടോ വണ്ടി. നമ്മുടെ ഇക്ക പറഞ്ഞ സംഭവം എന്താ, ഇതിൻ്റെ ഇടയിൽ ഫുൾ അഴുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് കെയർ ചെയ്യണം, ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലം ഉണ്ടല്ലോ, ആ ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. ഇതാ ഈ ഭാഗം, ജോയിൻ്റ് ചെയ്യുന്ന ഈ ഭാഗം തുരുമ്പെടുത്ത് ഫുള്ള് ചീത്തയായി പോവും. അവിടെ നിന്ന് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോയാൽ പിന്നെ ഭയങ്കര പാടാണ്. എഫ്സിയുടെ സീൻ വരാൻ ഉള്ള സ്ഥലം ഇതാണ്. സോ അവിടെ നമ്മളിന്ന് അടിച്ച് കഴുകാൻ പോവാണ്. അതുമല്ല, വണ്ടി ഫുള്ള് കഴുകണം. ഒരു മാസം എങ്ങാണ്ടായി വണ്ടി കഴുകിയിട്ട്. അല്ല, ഒരു മാസമല്ല, 2 ആഴ്ചയായുള്ളൂ. സാധാരണ ഞാൻ എല്ലാ ആഴ്ചയും കഴുകാറുള്ളതാണ്. പക്ഷേ ഇപ്പം ഇത്രയും നീണ്ടുപോയി. മഴയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. മഴയായതുകൊണ്ട് ഞാൻ കഴുകുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെയും നനയും, പിന്നെയും വേസ്റ്റ് ആവും. ഇന്നിപ്പോൾ ഇതാ വെയിലൊക്കെ കാണുന്നതുകൊണ്ട് കുറച്ച് കഴുകാമെന്ന് വിചാരിച്ചു. നമുക്ക് അടിപൊളിയായിട്ട് കഴുകാം കേട്ടോ, തിളങ്ങിപ്പിക്കാൻ വേണ്ടി. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ലേക്ക് റോണിലെ ഷാമ്പൂ ആണ്. ഒരു ഇത്രയുണ്ട് ബക്കറ്റ് വെള്ളം. ഫുൾ അടിച്ച് കഴുകി നമുക്ക് എങ്ങനെ തിളങ്ങിപ്പിക്കാം എന്ന് നോക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഓയിലൊക്കെ അടിക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ഇങ്ങനെ തന്നെയാണ് വണ്ടി കഴുകുന്നത്. എപ്പോൾ കഴുകിയാലും ഞാൻ ഓയിലടിക്കും കേട്ടോ വണ്ടിയിൽ. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ അത്ര സീൻ ഇല്ലാത്തത് ഈ ഭാഗത്ത്. നമുക്കിത് കഴുകുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ സ്ഥലം വണ്ടിയുടെ ഈ മിഷലിൻ പൈലറ്റ് സ്പോർട്ടി ടയറിൻ്റെ റിവ്യൂ ഞാനിന്ന് പറയുന്നതായിരിക്കും കേട്ടോ. കഴിയുന്നതിനോടൊപ്പം തന്നെ ഞാനിത് പറയുന്നതായിരിക്കും. കാരണം നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എന്നെ ഒരുപാട് കമൻറ്റ്സ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ കമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു. പിന്നെ ഇത് റൈഡ് ചെയ്ത് ചിന്തിച്ചപ്പോഴും എനിക്ക് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത് റിയൽ ആയിട്ടുള്ള റിവ്യൂ ആണ് ഈ ടയറിൻ്റെ. യൂസ് ചെയ്ത് ഞാനൊരു 2 ആഴ്ചയെങ്കിലും ഞാൻ യൂസ് ചെയ്തു കേട്ടോ അത്. എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഈ ടയറിൻ്റെ റിവ്യൂ. സ്റ്റേ വിത്ത് മീ, ഓക്കെ. ആദ്യം നമ്മൾ കഴുകുന്നത് പെയിൻറ്റഡ് പാർട്സ് ആണ് കേട്ടോ. ഞാൻ കഴുകുന്ന ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഞാൻ പറയുന്നതാണ്. ആദ്യം നമ്മൾ പെയിൻറ്റഡ് പാർട്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്നത്. പെയിൻറ്റഡ് പാർട്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് ഈ ടാങ്ക് ആണ് മെയിനായിട്ടുള്ള ഭാഗം. കാരണം നമ്മൾ ഈ പെയിൻറ്റഡ് പാർട്സിലല്ലാത്ത വേറെ പാർട്സിൽ ആദ്യമേ കഴുകിയിട്ട് പിന്നെ തിരിച്ച് പെയിൻറ്റഡ് പാർട്സിലോട്ട് വരുമ്പോഴത്തേക്ക് വേറെ പാർട്സിലൊക്കെ മണ്ണൊക്കെ ഉണ്ടാവും. ആ മണ്ണ് നമ്മുടെ പെയിൻറ്റഡ് പാർട്സിൽ വന്നിട്ട് പെയിൻറ്റഡ് പാർട്സ് സ്ക്രാച്ച് ആവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കണ്ടോ, എനിക്കിതൊക്കെ സ്ക്രാച്ചാണ്. പക്ഷേ ഇത് അങ്ങനെ ആയ സ്ക്രാച്ച് അല്ല. ഇത് അല്ലാതെ എന്തോ ബാഗൊക്കെ വെച്ചിട്ട് ആയ സ്ക്രാച്ചാണ്. ഞാൻ ഒരുപാട് കെയർ ചെയ്യാറുണ്ട് വണ്ടിയുടെ ഈ ഭാഗം സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി. പക്ഷേ എത്ര കെയർ ചെയ്തിട്ടും സ്ക്രാച്ചസ് വീഴുന്നുണ്ട്. അപ്പോൾ ഒട്ടും കെയർ ചെയ്യാത്തവരുടെ കാര്യം ആലോചിച്ച് നോക്കണം. ഞാൻ ഒരുപാട് വണ്ടി കണ്ടിട്ടുണ്ട് ഇവിടെ ഈ ഭാഗം ഫുള്ള് സ്ക്രാച്ചാണ്. എനിക്കിഷ്ടമല്ല അങ്ങനെ സ്ക്രാച്ച് വീഴുന്നത്. പിന്നെ എൻ്റെ വെള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ കാല് വെക്കുന്ന ഭാഗം എന്താ, ഇവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇവിടെ വീഴും. അത് നല്ലോണം വൃത്തിയാക്കണം. അടിപൊളിയായിട്ട് കഴുകണത് കണ്ടോ. അല്ലെങ്കിൽ ഫുൾ വണ്ടി കഴുകി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കാലിൻ്റെ പാടൊരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ വരും. ഓക്കെ, അത് പോയി. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സോപ്പ് നല്ല കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. സോപ്പുള്ള അടിപൊളിയായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. എന്നാലേ അഴുക്കൊക്കെ പോകത്തുള്ളൂ. കാർ ഷാമ്പൂ തന്നെ ഉപയോഗിച്ചാൽ മതി. അതാകുമ്പം സേഫാണ്. ഞാൻ സർഫെക്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനതൊന്നും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സർഫെക്സിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ താഴത്തെ പാർട്സിനൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെയാണ്. ഇനി നമുക്ക് പെയിൻറ്റഡ് പാർട്സിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് സെറ്റാക്കാം. ഇട്ടിരിക്കുന്ന LED ബൾബാണ് കേട്ടോ. നൈസ് സാധനം. പവർ
കുറച്ചേ എടുക്കത്തുള്ളൂ ബാറ്ററിയിൽ നിന്ന്. പക്ഷേ കുറച്ചും കൂടെ വെട്ടം കിട്ടും, സാധാ ബൾബിനെയൊക്കെ വെട്ടം കിട്ടും. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ പവർ കുറച്ചെടുക്കുക ബാറ്ററിയിൽ നിന്ന്, അതായിരുന്നു. പിന്നെ രാത്രിയൊക്കെ സേഫ്റ്റിയാണ്, നമുക്ക് എല്ലാം കാണാം. പട്ടിയൊക്കെ കുറുക്ക് ചാടുന്നത് അറിയാതെ നമ്മൾ തട്ടാനൊക്കെ സാധ്യത കുറവായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ കൊല്ലം ബൈപ്പാസിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഒത്തിരി പ്രാവശ്യം പട്ടി കുറുക്കി ചാടുന്നത് ഞാൻ കണ്ട് എനിക്ക് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ലൈറ്റ് ദൂരെ വരെ അടിക്കുന്നതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂ. സേഫ്റ്റി നല്ലതാണ്, സേഫ്റ്റി പക്ക ഇതാണ്. അങ്ങനെ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഇനി ടയറിൻ്റെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയും. ടയർ വരെ എത്തട്ടെ കഴുകി നമുക്ക് ആദ്യം പെയിൻറ്റഡ് പാർട്സൊക്കെ ഒന്ന് സെറ്റാക്കാം. എനിക്ക് വണ്ടി നല്ല കിടിലായിട്ട് തിളങ്ങണം, അതാണ് എൻ്റെ സംതൃപ്തി. എനിക്ക് ക്രേസാണ് വണ്ടി തിളങ്ങിപ്പിക്കുന്നത്. എൻ്റെ കയ്യിൽ സുസുക്കിയുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, 650cc ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ ഇരുന്ന് കഴുകി വൃത്തിയാക്കി സെറ്റായിട്ടാണ് വെച്ചിരുന്നത്. ബ്ലാക്ക് ആയിരുന്നത്, ദുബായ് വെച്ചായിരുന്നു. എൻ്റെ സൈക്കിളും ഉണ്ടായിരുന്നു ഇതിന്, ഹെർക്കുലീസിൻ്റെ AX എന്ന് പറഞ്ഞ സൈക്കിള്. സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും അതും ഞാനിത് കണക്കാണ് സൂക്ഷിച്ചാണ് കൊണ്ടു നടക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഏത് സാധനങ്ങളും ഭയങ്കരമായിട്ട് കെയർ ചെയ്താണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. കാരണം നമുക്കത് ഒപ്പിക്കാൻ, ആ സാധനം ഒപ്പിക്കാനായിട്ട് നല്ല പാടായിരിക്കും. പക്ഷേ അത് ചീത്തയായി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ ഒപ്പിക്കണമെങ്കിൽ അതിലും പാടായിരിക്കും. സോ ഉള്ള സാധനം നല്ലതായിട്ട് കൊണ്ടു നടക്കുക എന്നതാണ് എൻ്റെ തിയറി. പെയിൻറ്റഡ് പാർട്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്ലാക്ക് പ്ലാസ്റ്റിക് പാർട്സ് കണ്ടോ, ഈ ബാക്കിലെ പെയിൻറ്റഡ് പാർട്സും കുറച്ച് ചെയ്യാനുണ്ട്. ബ്ലാക്ക് പ്ലാസ്റ്റിക് പാർട്സ് ഏറ്റവും അവസാനമേ നമ്മൾ മെറ്റൽ പാർട്സിലോട്ട് പോകാവുള്ളൂ. മെറ്റൽ പാർട്സ് ബൈക്കിൻ്റെ താഴെയൊക്കെ അല്ലേ, അതുകൊണ്ട് അതിലാണ് ചെളിയും മണ്ണും മണലൊക്കെ അടിച്ച് കയറാൻ സാധ്യത കൂടുതലുള്ളത്. കണ്ടോ, ഇവിടെയൊക്കെ കാലിങ്ങനെ വെച്ചിരിക്കുമ്പോഴത്തേക്ക് ആ ജീൻസിൻ്റെ അടയാളമാണ് ഇവിടെ വീഴുന്നത്. അത് കുറച്ച് പാടാ പോകാൻ, പക്ഷേ കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് സോപ്പ് അത് നല്ലോണം പോവും. ബ്ലാക്ക് വണ്ടികൾക്കും ഡാർക്ക് വണ്ടികൾക്കും അത് സീനില്ല, പക്ഷേ വെള്ള വണ്ടി ആയതുകൊണ്ടാണ് ഉണ്ടത്. എനിക്ക് ആകെ ദുഃഖം വന്നതാ ഇത് കണ്ടോ, സ്ക്രാച്ച്. ഇതൊരു പ്രാവശ്യം ഞാൻ എറണാകുളത്തുനിന്ന് ബാഗ് എടുത്ത് ഇവിടെ വെച്ചിട്ട് വന്നത്, പക്ഷേ ബാഗിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ തട്ടി, ഭയങ്കര വിഷമം. പോട്ടെ. പിന്നെ ഞാൻ ഈ വണ്ടി റാപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ, ഒഫീഷ്യലി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് റാപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. റാപ്പിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് പിങ്ക് കളറാണ്. ഈ വൈറ്റ് ഉള്ളിടത്ത് പിങ്കും ഈ ബ്ലൂ ഉള്ളിടത്ത് പേർപ്പിളും. അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് നിങ്ങൾ പറ. ഇനി നമുക്ക് നമ്മുടെ പെയിൻറ്റഡ് പാർട്സ് എല്ലാം നമ്മൾ കഴുകി അതിനുശേഷം പെയിൻറ്റഡ് പാർട്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കാരണം പെയിൻറ്റ് ഉണങ്ങരുത്, പെയിൻ്റെല്ലാം ഉണങ്ങരുത്, സോപ്പ് വെള്ളം ഉണങ്ങരുത്. കഴുകി വെള്ളം തീർന്നു പോയി, മോട്ടർ ഓണാക്കാൻ പറഞ്ഞ്. ചെറുതായിട്ട് വരുന്നുണ്ട്, മതി, അത്രയും മതി. അങ്ങനെ പെയിൻറ്റഡ് പാർട്സ് സംതൃപ്തമായോ? കണ്ടോ, ഇവിടെ അഴുക്കുണ്ട്, ഇവിടെ ഒന്നുകൂടെ ഉരയ്ക്കണം. കണ്ടോ, അഴുക്കുണ്ട്. കളറ് ക്യാമറയിൽ കാണാമെന്ന് അറിയത്തില്ല, പക്ഷേ ഉണ്ട്. ഇത് കാലിൽ വെക്കുന്നതാണ്, ബ്ലാക്ക് ജീൻസൊക്കെ ഇടുമ്പോഴും ഒക്കെയാണ് ആ കളർ അവിടെ വരുന്നത്. ഇതൊന്ന് മായ്ക്കട്ടെ. അങ്ങനെ മെറ്റൽ പാർട്സിലോട്ട് നമ്മൾ എത്തി കേട്ടോ. പെയിൻറ്റഡ് പാർട്സും പ്ലാസ്റ്റിക് പാർട്സും കഴിഞ്ഞിട്ട് നമുക്ക് മെറ്റൽ പാർട്സ് ഒന്ന് സെറ്റ് ചെയ്യാം. നമ്മുടെ എൻജിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് മെറ്റൽ പാർട്സായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്. കാരണം അവിടെയാണ് കുറച്ച് മണ്ണ് വീഴാൻ സാധ്യതയുള്ളത്. കുറച്ച് മണ്ണ്, അതിൽ കൂടുതൽ മണ്ണ്, അതിൽ കൂടുതൽ മണ്ണ്, അങ്ങനെയാണ് നമ്മൾ മെറ്റൽ പാർട്സിലും പോകുന്നത്. ഓക്കെ, ഈ അടിഭാഗമൊക്കെ കുറച്ച് കഴിയട്ടെ. അപ്പുറത്തെ സൈഡ് നമുക്കൊന്ന് തേക്കാം.
നല്ലോണം തേക്കണം. സോപ്പും വെള്ളവും ഉപയോഗിച്ചാണ്. ഞാനിതിനു മുമ്പ് ഓയിൽ മിക്സ് ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ഓയിലല്ലാതെ സ്പ്രേ ചെയ്യത്തേ ഉള്ളൂ. അത് കാണിച്ചു തരാം ലാസ്റ്റ്. സോപ്പ് വെള്ളത്തിലാണ് ഞാൻ ഓയിൽ പണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ചെയ്താലും നല്ലതാണ്. അത് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഓയിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യം, ഓയിൽ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. സിമ്പിളാണ്, 1 ഷോട്ടിൽ തീരും. പക്ഷേ എനിക്കങ്ങനെ വേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് നല്ല കെയർ എടുത്ത് കഴുകാമെന്ന് വിചാരിക്കുക കേട്ടോ. അതാ ഇനി നമുക്ക് അടിഭാഗം കഴുകാം. ഇനി നമ്മൾ എൻജിൻ ഭാഗം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഈ ചെയിൻ കവർ ഇങ്ങനത്തെ സാധനങ്ങളിലോട്ടൊക്കെ വന്ന്, ഇത് പ്ലാസ്റ്റിക് പാർട്സാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ചെളി കൂടുതൽ അടിച്ച് മണ്ണൊക്കെ കയറാനുള്ള സ്ഥലമായതുകൊണ്ട് നമ്മളിത് ലാസ്റ്റത്തേക്ക് വെച്ചേക്കുവാണ്. കാരണം മണ്ണ് നമ്മുടെ തുണിയിൽ തട്ടിയിട്ട് അത് വേറെ പെയിൻറ്റഡ് പാർട്സിലൊന്നും പോയി പെയിൻറ്റഡ് പാർട്സ് അലമ്പാക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതാണ്ട് ഇതിൻ്റെ അകഭാഗം വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് ടൂത്ത് ബ്രഷ് എടുക്കാം പഴയ, എന്നിട്ട് ഉരയ്ക്കുക. അതിനകത്തെല്ലാം കയറും, നൈസായിട്ട് കയറും ടൂത്ത് ബ്രഷ്. സൂപ്പറായിട്ട് വൃത്തിയാവും. ഏറ്റവും ബെസ്റ്റാണ് പഴയ ടൂത്ത് ബ്രഷ്. അടിപൊളിയായിട്ട് വൃത്തിയാക്കണം. കറക്റ്റ് പല്ല് കേൾക്കുന്ന കണക്ക് തന്നെയാണ് കേട്ടോ. എല്ലാ അഴുക്കും പോകണം. എന്നിട്ട് ഇവിടെ നമുക്ക് ഓയിൽ അടിച്ചു കൊടുക്കണം. ഇത് സെൻസിറ്റീവ് പാർട്ടാണ്. കാരണം എന്താ, ഇതിൻ്റെ പിടുത്തം കണ്ടോ, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഷോക്ക് അബ്സോർബറും സ്വിംഗ് ആമുമായിട്ടുള്ള പിടുത്തം. ഇത് ഇവിടുന്ന് പൊട്ടിപ്പോയി കഴിഞ്ഞാലാണ് വണ്ടിയുടെ സ്റ്റെബിലിറ്റി പോകുമെന്ന് വെച്ചാൽ ഇത് പിന്നെയും വെൽഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആവണമെന്നില്ല. അപ്പോൾ ഷോക്ക് തിരിഞ്ഞൊക്കെ ഇരിക്കും, ചരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പം ഷോക്ക് പിന്നെ കംപ്ലയിൻറ്റ് വരും, വണ്ടിയുടെ സ്റ്റെബിലിറ്റി പ്രോബ്ലം വരും. സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവർ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. എടുക്കുമ്പോഴത്തേക്ക് നോക്കണം വണ്ടിയുടെ ഈ ഭാഗം കിടിലമായിട്ടിരിക്കുകയാണോ അല്ലയോ. എന്നിട്ട് നമുക്ക് തുണിയിട്ടൊന്ന്, സോപ്പും തുണിയും ഒക്കെ ഇട്ടൊന്ന് തുടയ്ക്കണം, നോക്കണം. എന്നിട്ട് സീനൊന്നുമില്ല, നൈസാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ വിരലൊക്കെ ഇട്ടൊന്ന് കഴുകിയാലും കുഴപ്പമില്ല. ഇവിടെ ചെളിയും മണ്ണും അടിഞ്ഞുകൂടി വെള്ളം കെട്ടി ആ ചെളിയിൽ പിടിച്ചിരിക്കും വെള്ളം. അന്നേരം ആണ് ഇവിടെ എല്ലാം തുരുമ്പെടുക്കുന്നത്. കെയർ ചെയ്തില്ലെങ്കിലാണ് ഇത് സീൻ വരുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് സീനില്ല. ഞാൻ സ്ഥിരമായിട്ട് ഓയിൽ അടിക്കുന്നതുകൊണ്ടാവാം ആ സീനില്ലാത്തത്. പിന്നെ നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം ടൂത്ത് ബ്രഷ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിലും ഇതിൻ്റെ ഇടയിലൊക്കെയുള്ള അഴുക്ക് കിടിലമായിട്ട് ടൂത്ത് ബ്രഷ് വെച്ച് നമുക്ക് കഴുകാൻ പറ്റും. വളരെ നല്ലൊരു ടൂളാണ് ടൂത്ത് ബ്രഷ്. എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ എത്തിപ്പെടും. ആള് പുലിയാണ്. കണ്ടാ കൂറ ലുക്കാണെങ്കിലും ആള് പുലിയാണ്. അപ്പോൾ ഒരുവിധം ഇതൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. നമുക്കിനി ഒന്നുകൂടെ നൈസായിട്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ, സോപ്പ് വെള്ളമൊക്കെ ഒഴിക്കാം. ലാസ്റ്റ് നമുക്ക് ടയറിലോട്ട് പോകാം. ടയറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ടയർ നിങ്ങളെല്ലാവരും ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, ടയർ ഭയങ്കര മോശം ടയറാണ്, ഗ്രിപ്പില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതാ ഈ സാധനം കണ്ടോ, ഈ ടയർ, ഈ ഫുഡ് റെസ്റ്റിൻ്റെ അടിയിലുള്ള ഈ കുറ്റി ഉണ്ടോ, ഇത് അപ്പുറത്തെ സൈഡിലില്ല. കാരണം ഞാൻ ഈ ടയർ ടെസ്റ്റ് ചെയ്ത് ആ കുറ്റി ഒടിഞ്ഞു പോയി. കണ്ട,
അത്രയ്ക്ക് കിടത്തി. പക്ഷേ ഡ്രൈ സിറ്റുവേഷനിലാണ് കിടത്തിയത്. സൂപ്പറായിട്ട് കിടന്നു വണ്ടി. കിടന്ന് മീൻസ് ചരിഞ്ഞ് ഈ കുറ്റി തട്ടി കുറ്റി ഒടിഞ്ഞും പോയി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, ഈ ടയറിൻ്റെ സ്വഭാവം തന്നെ അങ്ങ് മാറി. ആൾ പുലിയിൽ നിന്ന് എലിയായി. ഡ്രൈ സിറ്റുവേഷനിലൊക്കെ പുലിയായിരുന്നു ഇയാൾ. പക്ഷേ മഴ വന്നപ്പം ഇയാൾ പണി വാളി. അല്ല, പഴയ സ്ലിപ്പറൊക്കെ ഇല്ലേ നമ്മുടെ, പഴയ സ്ലിപ്പറിൻ്റെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ തെന്നുമല്ലോ മഴയത്തൊക്കെ, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ഗ്രിപ്പൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇത്രയും ഗ്രിപ്പുണ്ട് ഇതിന്, കട്ട ഗ്രിപ്പുണ്ട്. ഇതിലേക്കൂടെയൊക്കെ വെള്ളം ഒഴുകി പോകാനൊക്കെയുള്ള ഗ്രിപ്പുണ്ടായിട്ടും സംഭവം എന്താണ് ഇത്ര ശോകമായത് മഴയത്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മഴയത്ത് പ്രത്യേകിച്ച് ടാറിട്ട റോഡിലാണെങ്കിൽ നല്ല ഗ്രിപ്പുണ്ട്, കുഴപ്പമില്ലാത്ത ഗ്രിപ്പുണ്ട്. പക്ഷേ ടാറിട്ട റോഡിൽ എന്തെങ്കിലും ചെളി വന്നു കഴിഞ്ഞാൽ, ചെളിയോ മണ്ണോ കിടന്നാൽ ഇവൻ പണി വാളും. പിന്നെ ഫുൾ ചെളിയിലോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളില്ലങ്ങ് ഇയാളിരുന്നങ്ങ് തെന്നുമില്ല. ഐസിൻ്റെ പുറത്ത് വണ്ടി ഓടിക്കുന്നതൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ തോന്നുന്നത്. ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ച് ഇരിക്കുക ശരിക്കും. അതുകൊണ്ട് തന്നെ മഴയത്ത് ഇപ്പം ഞാൻ ഓട്ടിക്കുന്ന സ്റ്റൈൽ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെയാണ് ഓട്ടിക്കുന്നത്. ഒത്തിരി പോലും ചരിക്കത്തില്ല, സ്പീഡും കൺട്രോൾ ചെയ്യും. ഫുൾ സേഫ്റ്റി ഇതിലാണ്. എൻ്റെ മൈൻഡ് ഫുള്ള് ഈ ടയറിലായിരിക്കും. ഞാൻ മഴയത്ത് ഓട്ടിക്കുമ്പോഴത്തേക്ക് മൈൻഡ് ഫുള്ള് ടയറിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഓട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം മഴയത്ത് എൻ്റെ സ്പീഡ് ഭയങ്കര കുറവാണ്. സേഫ്റ്റിയുടെ ഇഷ്യൂ ഉണ്ട്. പിന്നെ സ്പീഡ് കുറവായതുകൊണ്ട് വലിയ രീതിയിൽ എമർജൻസി ബ്രേക്കിംഗ് പിടിക്കേണ്ടി വരത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ടയർ പിറേലിയുടെ ആയതുകൊണ്ട് അതിലാണ് ഫുൾ ആശ്രയം. പിറേലി സ്പോർട്ട് ഡെമോണ്, അത് കിടിലം ഗ്രിപ്പാണ് കേട്ടോ. മിക്കവാറും ഞാൻ ഈ ടയർ OLX-ലിട്ടിട്ട് വിൽക്കാനാണ് ഞാൻ പ്ലാൻ. ആരെങ്കിലും മേടിക്കുന്നെങ്കിൽ അവർ മേടിക്കട്ടെ. ഇതൊക്കെ അറിഞ്ഞിട്ട് മേടിക്കുന്നെങ്കിൽ മേടിക്കട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, ആ കാശ് പോട്ടെ. അതാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. ഡ്രൈ ഗ്രിപ്പ് പൊളിയാണ് കേട്ടോ, വേറെ ലെവലാണ് ഡ്രൈ ഗ്രിപ്പ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയും ഗ്രൂവും സംഭവമൊക്കെയുള്ള ടയർ. വെറ്റ് ഗ്രിപ്പ് ശോകമാവുന്നു. വെറ്റ് ഗ്രിപ്പ് ഓൺ ടാർമാക്ക് ഈസ് ഓക്കെ. വെറ്റ് ഗ്രിപ്പ് ഓൺ ടാർമാക്ക് അടിപൊളിയാണ്. പക്ഷേ വെറ്റ് ഗ്രിപ്പ് ഇവിടുത്തെ ഈ വെറ്റ് ഗ്രിപ്പൊക്കെ ഇല്ലേ, ഇവിടെയൊക്കെ വണ്ടി തെന്നും. ഞാൻ വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ കയറ്റിയെടുത്ത് അങ്ങോട്ടാണ് പോകുന്നത്. ആ സൈഡിൽ അവിടെ തെന്നാറുണ്ട് മഴയുള്ളപ്പം. പക്ഷേ മറ്റേ ടയർ തെന്നത്തില്ലായിരുന്നു. മിഷലിൻ പൈലറ്റ് സ്ട്രീറ്റ്. അപ്പോൾ ഇത് വിൽക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആലോചിക്കുന്നത് അപ്പോളോ ആൽഫ S1 H1 അതെടുക്കാം. ഇല്ലെങ്കിൽ മിഷലിൻ പൈലറ്റ് സ്ട്രീറ്റ് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. കുറച്ച് കാശ് കിട്ടട്ടെ, അതാ വെയിറ്റ് ചെയ്യുന്നത്. ഇത് വിറ്റാലും വിറ്റില്ലെങ്കിലും എന്തായാലും ഈ ടയർ ഞാൻ ചേഞ്ച് ചെയ്യും. സേഫല്ല, ഭയങ്കര സ്ട്രെസ്സാണ് ഇതിട്ട് ഓടിക്കാൻ വേണ്ടി കേട്ടോ. തലയൊക്കെ ഭ്രാന്തെടുക്കും. ഇതിലായിരിക്കും നമ്മുടെ തല ഫുള്ള് തിങ്കിങ് മൊത്തം വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക്. പിന്നെ നേരെ പിടിച്ച് ബ്രേക്ക് പിടിച്ച് നൈസായിട്ടൊക്കെ കൺട്രോൾ ചെയ്ത് പോവാം. പക്ഷേ എന്നും പറഞ്ഞത് ശാശ്വത പരിഹാരമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയി. ഇത്രയ്ക്ക് വലിയ ഡിസപ്പോയിൻറ്റിങ് ഡിസിഷൻ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ ഭയങ്കര സാഡാണ് ഈ കാര്യത്തിൽ. ഭയങ്കര വിഷമമുണ്ട്. അങ്ങനെ ഈ ടയർ എന്തായാലും നമ്മൾ എടുത്തതല്ലേ, നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ വാഷിങ് എന്തായാലും തീർന്ന്. പെയിൻറ്റഡ് പാർട്സ്, പ്ലാസ്റ്റിക് പാർട്സ്, മെറ്റൽ പാർട്സ്. നല്ല കുട്ടപ്പനായി വണ്ടി. നമുക്ക് ചെയിനൊന്ന് വൃത്തിയാക്കാം കേട്ടോ. നമുക്ക് ചെയിനൊന്ന് വൃത്തിയാക്കാം. ഞാനിപ്പം ചെയിൻ വൃത്തിയാക്കുന്നത് സോപ്പ് വെള്ളം ഉപയോഗിച്ച് തന്നെയാണ്. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സോപ്പ് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് ചെയിൻ വൃത്തിയാവും. ഈ ചെയിൻ്റെ സംഭവം തീരാറായി കേട്ടോ. ചെയിൻ്റെ കാലാവധി തീരാറായി. ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മിക്കവാറും ഈ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പ്രോക്കറ്റ് ചേഞ്ചിങ്ങിൻ്റെ വീഡിയോ മിക്കവാറും വരും. ചേഞ്ച് ചെയ്യണം. പഴയ FZയുടെ തന്നെ
ഇതിപ്പോൾ R15 വേർഷൻ 2 ആയിട്ടേക്കുന്നത്. ഞാൻ വിചാരിച്ചിരിക്കുന്ന FZ തന്നെ തിരിച്ച് ഇടാമെന്ന് വിചാരിച്ച്. കാരണം ഞാൻ മറന്നുപോയി FZ സ്പ്രോക്കറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഫീലെന്ന്. ഇപ്പം ഇതിൻ്റെ ഫീലിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്പ്രോക്കറ്റിൽ FZ തന്നെ ഇട്ടിട്ട് എങ്ങനെയാണ് ഓട്ടിപ്പ് വ്യത്യാസം R15 വേഴ്സസ് സ്പ്രോക്കറ്റ് വേഴ്സസ് FZ സ്പ്രോക്കറ്റ് വ്യത്യാസം എന്താണെന്നും പറയാമല്ലോ നിങ്ങളുടെ അടുത്ത്. അതുകൊണ്ട് ഒരു ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് മാറ്റുന്നത്. മാറണം. ഇതിൻ്റെ ഇപ്പം സൗണ്ട് കേൾക്കുന്നുണ്ട്, ടക്ക് 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 എന്നും പറഞ്ഞ് ചെറുതായിട്ട് വല്ലപ്പോഴൊക്കെ കേൾക്കുന്നുള്ളൂ. ആ സൗണ്ട് കുറച്ചും കൂടെ കോമൺ ആകുമ്പോഴത്തേക്ക് മാറ്റും. എല്ലാം കൂടെ ഇനി പിസ്റ്റൺ പണിയുണ്ട്. അതിന് 5000 രൂപ, ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ ഇതിന് 2500 രൂപ, 3000. അപ്പോൾ 8000, ഒരു 10-15,000 രൂപയുടെ പണി വണ്ടിക്ക് പെൻഡിങ് ആണ്. കാശുമില്ല. കൊറോണ, ലോക്ക്ഡൗൺ, ജോലി നഷ്ടം എല്ലാം ആയപ്പോഴത്തേക്ക് ഇപ്പോൾ മാസ്കിൻ്റെ സെയിൽ പോലും വലുതായിട്ടില്ല. അതുകൊണ്ടാണ് അവസ്ഥ. എന്തായാലും നോക്കട്ടെ, നമ്മുടെ വണ്ടിയല്ലേ, നമ്മുടെ മുത്തല്ലേ, അങ്ങനെ നമുക്ക് വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ വണ്ടിയുടെ പേരറിയാമല്ലോ നിങ്ങൾക്ക്, സ്നോവി എന്നാണ് വണ്ടിയുടെ പേര്. അതിൻ്റെ വൈറ്റ് കളർ കൊണ്ടാണ് ഞാൻ സ്നോവി എന്ന് പേരിട്ടേക്കുന്നത്. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടില്ല, ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച്. ക്യൂട്ട് പേരായതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. സ്നോവി എന്ന് പേരിട്ടെന്താണെന്ന് വെച്ചാൽ, ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, ടിൻറ്റിൻ എന്ന് പറഞ്ഞൊരു കാർട്ടൂണിൽ ടിൻറ്റിൻ്റെ കൂടെ എപ്പോഴും ഒരു പട്ടി ഉണ്ടാവും, ഒരു വെള്ളപ്പട്ടി. അതിൻ്റെ പേര് സ്നോവി എന്നാണ്. അതാണ് ഞാൻ ഈ പേരിട്ടത്. എൻ്റെ കൂടെ എപ്പോഴും ഉള്ള സാധനമാണ് സ്നോവി. അപ്പം അതാണ് സ്നോവി. ഇങ്ങനെയുണ്ട്, നൈസ് നെയിമല്ലേ? നിങ്ങളുടെ ബൈക്കിനൊക്കെ നിങ്ങൾ എന്തൊക്കെ പേരിട്ടിട്ടുണ്ടെന്ന് പറ, നല്ല രസമായിരിക്കും കേൾക്കാൻ. ഇത് യൂസ്ഡ് ഓയിലാണ് കേട്ടോ. ഇനി നമുക്ക് വണ്ടി ഞാൻ ഫുള്ള് തുടച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് യൂസ്ഡ് ഓയിൽ എടുത്തിട്ട് നമുക്കിവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പ്ലാഷ് ചെയ്യാം. കാണുമ്പോൾ നല്ല വൃത്തികേടായിരിക്കും കേട്ടോ. പക്ഷേ സ്പ്ലാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ചെറുതായിട്ട് സ്പ്ലാഷ് ചെയ്താൽ മതി. അത് കൂടിപ്പോയി അവിടെ. പെയിൻറ്റഡ് പാർട്സ് ഇവിടെ എല്ലാം ചെറുതായിട്ടൊന്ന് സ്പ്ലാഷ് ചെയ്യുക. സ്പ്ലാഷ് ചെയ്തിട്ട് ഇതാ ഈ തുണി വെച്ച് ജസ്റ്റ് അങ്ങ് തുടയ്ക്കുമ്പോഴത്തേക്ക് ആ ഓയിലങ്ങ് ഈ തുണി പറ്റി പിടിക്കും, ഓയിൽ ഫുള്ള് പോവും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ചെറിയൊരു ഗ്ലേസിങ് മാത്രം കാണും അവിടെ, ചെറിയൊരു ഗ്ലേസിങ്. ഓയിൽ മൊത്തത്തിൽ തുടച്ചങ്ങ് എടുക്കണം, ഒത്തിരി പോലും വെച്ചേക്കരുത്. ഫുൾ ഓയിലങ്ങ് തുടച്ച് വൃത്തിയാക്കി എടുത്തേക്കണം. ഇവിടെയൊക്കെ നോക്കിയോ, കണ്ടോ? ഓയിലെന്ന് പറയുന്ന സാധനം തുടച്ചും കളഞ്ഞേക്കണം. തിളക്കം കണ്ടോ? പൊടി പിടിക്കുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണത്തില്ല. കാരണം ഭയങ്കര ആയിട്ട് നമ്മൾ തുടച്ചങ്ങ് എടുത്തിരിക്കുകയാണ് ഓയിലിനെ. ജസ്റ്റ് ഒരു ലൈറ്റായിട്ടുള്ള കോട്ടിങ് മാത്രമേ ഉള്ളൂ പെയിൻറ്റഡ് പാർട്സിൽ. ഒരു ഷൈനിങ് പോളിഷിങ് എഫക്റ്റ് നൽകുന്നുണ്ട്. എവിടെ നോക്കിയോ, ആൾക്കാർ ചോദിക്കും നിങ്ങളുടെ അടുത്ത് വണ്ടി എന്താ തിളങ്ങുന്നതെന്ന് ചോദിക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സീക്രട്ട് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. കണ്ടോ തിളക്കം കണ്ടോ? ഈ ബ്ലാക്ക് പാർട്സിലൊക്കെ പൊളിയായിട്ട് തിളങ്ങും. ഓ
നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടല്ലേ തിളക്കം. ഓയിൽ ഫുള്ള് തുടച്ചങ്ങ് എടുക്കുവാണ്. ഒത്തിരി പോലും അവിടെ വെക്കുന്നില്ല. ഇവിടെ കുറച്ച് തേക്കാം. ഇത് ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ അഴുക്കായി വണ്ടി, പക്ഷെ അങ്ങനല്ല. കോട്ടൺ തുണി വെച്ച് ഫുൾ തുടച്ചങ്ങെടുത്താൽ മതി. നൈസല്ലേ? ട്രൈ ചെയ്ത് നോക്ക്. മാറ്റ് ഫിനിഷുള്ള വണ്ടിയിൽ എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്ത് നോക്ക്, മാറ്റ് ഫിനിഷിൽ ട്രൈ ചെയ്ത് നോക്ക്. മാറ്റ് പെർമനൻ്റ്ലി നഷ്ടപ്പെടില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേണ്ട അല്ലേ? വേണ്ട, ട്രൈ ചെയ്യണ്ട. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് എനിക്ക് വണ്ടി കഴുകി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തിളങ്ങണം, ഇല്ലെങ്കിൽ സംതൃപ്തിയില്ല. അതാ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഓയിലായതുകൊണ്ട് ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പെയിൻറ്റഡ് പാർട്സിൽ എല്ലാത്തിലും. അങ്ങനെ പെയിൻറ്റ് മങ്ങുകയോ അങ്ങനെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. പലർക്കുള്ള ഡൗട്ട്സാണ് അതൊക്കെ. പെയിൻറ്റ് മങ്ങുമോ, ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ. അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. തിളക്കം കണ്ടോ? നൈസല്ലേ? കണ്ടില്ലേ? കുറച്ച് ഓയിലൊക്കെ എടുത്ത് ഇവിടെയൊക്കെ തേക്കാം കേട്ടോ. ഹാൻഡിൽ ബാറിലും നൈസായിട്ട് ഈ ഭാഗം എല്ലാം അടിപൊളിയായിട്ട് തിളങ്ങും. തുടച്ചങ്ങ് എടുത്തേക്കണം കേട്ടോ ഓയിൽ. കണ്ടോ ഹാൻഡിൽ ബാറ് ഭാഗങ്ങളൊക്കെ പൊളിയായിട്ട്, പ്രത്യേകിച്ച് മിററിൻ്റെ ബാക്ക് സൈഡ് ഒക്കെ പൊളിയായിട്ട് തിളങ്ങും. പുതിയ വണ്ടി കണക്കിരിക്കും കാണാൻ വേണ്ടി. അതാ ഇങ്ങനെ ചെയ്യുന്നത്. വാവ്. ഇനി നമുക്ക് ഈ ഷോക്കിൻ്റെ ഇവിടെ നമ്മൾ വൃത്തിയാക്കിയായിരുന്നല്ലോ, അവിടെ ആവശ്യത്തിന് ഓയിൽ അടിച്ചു കൊടുക്കാം. കാരണം അവിടെയാണ് തുരുമ്പെടുക്കാതെ ഇരിക്കേണ്ടുന്ന മെയിൻ സ്ഥലം. ആവശ്യത്തിന് അടിക്കാം. ബ്രഷിൽ മുക്കുക, ഒഴിക്കുക. ഈ ഓയിലായതുകൊണ്ട് കറക്റ്റ് എല്ലാം അതിൻ്റെ ഇടയിലെല്ലാം ഇറങ്ങി ചെല്ലും. മെറ്റലിൽ ഒട്ടിപ്പിടിക്കുന്ന ഓയിലല്ലേ നമ്മുടെ എൻജിൻ ഓയിൽ, കറക്റ്റ് അവിടെ ഇറങ്ങി ചെല്ലും, സേഫായിട്ടിരിക്കും. എനിക്ക് പിന്നെ കിലി എന്നും പറഞ്ഞ് ശബ്ദം കേൾക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന്. വണ്ടിയുടെ ഷോക്കിൻ്റെ അവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നത്. പക്ഷേ ചില സമയത്ത് ആ ശബ്ദം പോവും. എന്തോ ലൂബ്രിക്കേഷൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നത്. എവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അത് ഇക്കടുത്ത് ചോദിക്കണം. ഇക്ക കാണുമ്പോൾ പോയി ചോദിക്കണത്. എനിക്കൊന്ന് ഷോക്കിൻ്റെ മേളിൽ നിന്നാണോ വരുന്നതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. മേളിൽ ഞാൻ ഓയിൽ എങ്ങനെ അടിക്കാനാ, ഒരു പിടിയില്ല. നോക്കട്ടെ. അവിടെ പ്രധാനമായിട്ട് അവിടെ എല്ലാം ചെയ്ത് ഇനി നമുക്ക് ഈ മെറ്റൽ പാർട്സിലെല്ലാം തകർത്ത് വെച്ച് ഓയിലങ്ങ് ഇട്ട് കൊടുക്കാം. അതായത് എൻ്റെ ഈ മെറ്റൽ പാർട്ടുണ്ടല്ലോ, ഇവിടെ ഫുള്ള് കുറച്ച് തുരുമ്പാണ്, ശോകമാണ്. തുരുമ്പല്ല, പെയിൻറ്റ് പോയി, തുരുമ്പെടുക്കുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ കെയർ ചെയ്യാറുണ്ട് നല്ലോണം. മിക്ക വണ്ടികളുടെ FZ-യുടെ ഈ ഭാഗം ഒക്കെ തുരുമ്പായിരിക്കും. കാരണം ഇവിടെ എല്ലാം ചെളി അടിച്ച് കയറുന്ന സ്ഥലം. ഈ മിഷലിൻ ടയറിൻ്റെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ ചെളി ഭയങ്കരമായിട്ട് അടിച്ച് കയറുന്നത് കേട്ടോ. ചെളി അടിച്ച് കയറുമോ മുകളിലോട്ട്, ബാക്കി ഇരിക്കുന്നവരുടെ കാര്യം അവസ്ഥയാണ്. അതൊക്കെ കൊണ്ടാണ് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നത്. സീനില്ല, തെറ്റുകളിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് ഓരോ കാര്യങ്ങൾ. അതോർത്ത് ക്ഷമിക്കാം. എപ്പോഴും മെറ്റൽ പാർട്സിനെ നമ്മൾ ഓയിലിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം കേട്ടോ. എപ്പോൾ കഴുകിയാലും ക്ലീനായിട്ട് കഴുകുമ്പോൾ ആർക്കാണ്ടും വേണ്ടി കഴുകരുത്, ക്ലീനായിട്ട് കഴുകണം. നമ്മുടെ വണ്ടിയാണ്, നമ്മുടെ മുത്താണ് എന്നുള്ള രീതിയിലാണ് കഴുകേണ്ടത്. അങ്ങനെയാണ് ഞാൻ കഴുകുന്നത്. ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ, അപ്പം നൈസായിട്ട് ചെയ്യുക. ഇത് നമുക്ക് ഈ എക്സോസ്റ്റ് പൈപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഇവിടെ എക്സോസ്റ്റ് എൻജിനിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് മിക്കപ്പോഴും തുരുമ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ അടിക്കുക. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കണം. ഇവിടെയൊക്കെ അടിച്ചു കൊടുക്കുക. ആവശ്യത്തിൽ കൂടുതൽ അടിച്ചു കൊടുക്കുക ഓയിൽ, സീനൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ചെയിൻ ലൂബ് അടിക്കാം.
ഇത് ഗിയർ ഓയിലാണ് കേട്ടോ സംഭവം. ഗിയർ ഓയിലാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. ചെയിൻ നല്ല അടിപൊളിയായിട്ട് ലൂബാവും. ചെയിനിന് നല്ല രീതിയിൽ അതാകുമ്പോൾ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം കേട്ടോ. ഗിയർ ഓയിലാകുമ്പോഴത്തേക്കും മറ്റേ ചെയിൻ ലൂബിന് വില കൂടുതലല്ലേ. ഇത് 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഈ ഗിയർ ഓയിലിന്. ഇത്രയും സാധനം കിട്ടുന്ന EP90 ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഓട്ടോറിക്ഷയുടെ ഗിയർ ഓയിലാണെന്ന് തോന്നുന്നു. കുറച്ച് അഴുക്കൊക്കെ ബാക്കിയുണ്ടെന്നാലും സീനില്ല, പ്രശ്നമില്ല. ഓയിൽ അടിച്ചു വിടാം. ഇത് പ്രഷർ വാഷറിലോ എവിടെയെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുമ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ചുകൂടെ നല്ലോണം ക്ലീൻ ആക്കേണ്ടത്. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് നമ്മുടെ ഷോക്കിൻ്റെ ആ ഭാഗമാണ്. പിന്നെ ടയറിൻ്റെ റിവ്യൂവും കൂടെ കൂട്ടത്തിൽ പറയാമെന്ന് വിചാരിച്ച്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻസൊക്കെ പറ. അടുത്ത വീഡിയോ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറ. ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. FZയെ പറ്റിയുള്ള ആയിരിക്കും മിക്കതും. അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പറഞ്ഞേക്ക്, നമുക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്.